വെജിറ്റേറിയൻസിൻ്റെ ഒക്കെ ഇഷ്ട വിഭവമായിട്ടുള്ള പനീർ നമുക്കിന്ന് സിമ്പിളായിട്ടൊന്ന് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാത്രത്തിലേക്ക് 1 സ്പൂണ് പച്ചവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ശേഷം ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 3/4 ലിറ്റർ പാലാണ്, ഫുൾ ഫാറ്റ് ആയിട്ടുള്ള പാലും കൂടി ആഡ് ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പാലിനെ ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ആ സമയം കൊണ്ട് ഇതിനകത്ത് ചേർക്കാനുള്ളൊരു മിക്സ് നമുക്ക് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് വിനെഗർ 2 സ്പൂണ് വിനെഗറിന് 2 സ്പൂണ് പച്ചവെള്ളം, അത് രണ്ടും കൂടി ഒഴിച്ച് മിക്സ് ആക്കിയിട്ടാണ് നമ്മളുടെ ഈ ഒരു മിക്സ് തയ്യാറാക്കി എടുക്കുന്നത്. അതായത് 1 സ്പൂണിന് 1 സ്പൂണ് വെള്ളം, 1 സ്പൂൺ വിനെഗർക്ക് 1 സ്പൂൺ വെള്ളം, അപ്പോൾ 2 സ്പൂൺ വിനെഗറിന് 2 സ്പൂൺ വെള്ളം. എന്നിട്ട് നമ്മളുടെ പാല് നന്നായിട്ട് തിളച്ച് വന്നു കഴിയുമ്പോൾ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ബോയിൽ ചെയ്യുക. അതിനുശേഷം തീ ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ചെറു ചൂടോടുകൂടി തന്നെ നമുക്ക് ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വിനെഗറിൻ്റെയും വാട്ടറിൻ്റെയും കൂടെ ആ ഒരു മിക്സ് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് ഇളക്കി അങ്ങനെ കുറേ നേരം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ആ ഉണ്ടാക്കി വെച്ച ആ മിക്സ് ഫുള്ള് ഒഴിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ നന്നായിട്ട് പിരിഞ്ഞിട്ട് കിട്ടും. അതിൻ്റെ ശേഷം ഇത് ഒരുപാട് തണുക്കാൻ വെക്കണ്ട, ഒരു ഇച്ചിരിയും കൂടെ ഒന്ന് ചൂട് മാറിയതിൻ്റെ ശേഷം ഒരു വെള്ള കോട്ടൺ തുണി എടുക്കുക, അതൊരു പാത്രത്തിനകത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു പിരിച്ചെടുത്തിട്ടുള്ള ഈ ഒരു പാലിൻ്റെ മിക്സ് അതിനകത്തേക്ക് ഒഴിച്ച് അരിച്ചെടുക്കുക. ഇങ്ങനെ അത് നന്നായിട്ട് ഒഴിച്ചതിൻ്റെ ശേഷം അതിങ്ങനെ തുണിയെല്ലാം കൂടെ കൂട്ടിപ്പിടിച്ച് നമുക്കിങ്ങനെ പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം ഫസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് കളയാം. പിഴിഞ്ഞ് കുറച്ച് കളയുക. അതിൻ്റെ ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു പാത്രം, ഒരു ചെറിയൊരു പാത്രം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് വെക്കുക. ഞാനിപ്പോൾ വെള്ളം നിറച്ചൊരു പാത്രത്തിനകത്ത് വെച്ചിട്ട് അതാണ് വെയിറ്റ് വെച്ചത്. അല്ലെങ്കിൽ ഇടികല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെയിറ്റ് എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു 2 മണിക്കൂറിന് വെക്കണം. 2 അവേഴ്സിന് ശേഷം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളതാണ്. നല്ല അടിപൊളി സെറ്റായിട്ട് നല്ല കടയിൽ നിന്ന് ഒക്കെ നമ്മൾ വാങ്ങിക്കുന്ന ടൈപ്പിൽ പനീർ നമുക്ക് കിട്ടും. എന്നിട്ട് ഇങ്ങനെ തുറന്ന് നോക്കുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് ഇരിക്കും. നല്ല സോഫ്റ്റുമാണ്, നല്ല അത്യാവശ്യം തിക്നെസ്സും ഉണ്ട്, നല്ല അടിപൊളിയായിട്ട് കിട്ടും, നല്ല ടേസ്റ്റുമാണ്. അങ്ങനെ ഇത് തുറന്നതിൻ്റെ ശേഷം നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിനകത്താണെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം. ഞാനങ്ങനെ ഒരുപാട് സ്റ്റോർ ചെയ്ത് വെച്ച് ഉപയോഗിക്കാറില്ല ഈ പാലിൻ്റെ ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ. ഇപ്പോൾ നാളത്തേക്ക് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ തലേദിവസം ഇത് പ്രിപ്പയർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കും, എന്നിട്ട് പിറ്റേ ദിവസം എടുക്കും. അങ്ങനെ കുറച്ച് ക്വാണ്ടിറ്റി ചെയ്താണ് ഞാൻ ഉണ്ടാക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 2-3 ദിവസത്തേക്കൊക്കെ വെച്ചിരുന്ന് ഉപയോഗിക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ സ്ക്വയറിൽ പീസാക്കി മുറിച്ചിട്ട് നമുക്കിത് എടുക്കാം. ഭയങ്കര എളുപ്പവുമാണ്, ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും, നല്ല ടേസ്റ്റിയുമാണ്.